സോ നമ്മുടെ ഒരു റിസൾട്ടാണ് ഷോ ദാറ്റ് എഫ് പി ഈസ് പ്രൈം then prove that phi of p raised to n is equal to p raised to n minus 1 into p minus 1. സോ നമുക്കറിയാം phi of p raised to n എന്ന് പറയുന്നത് എന്താ, അതായത് 1നും p raised to n നും ഉള്ള എത്ര ഇൻറ്റീജേഴ്സ് ഉണ്ട് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു p raised to n, ആ എണ്ണമാണ്. ഒന്നിൻ്റെയും p raised to n ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സിനകത്ത് p raised to n നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ phi of p raised to n എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയുള്ള ഫോമുലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നിൻ്റെയും p raised to n ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സിനെ നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും p, 2p, 3p, 4p എക്സെട്ര p raised to n minus 1 into p raised to n minus 2 into p and p raised to n minus 1 into p. ഈ ഇൻറ്റീജേഴ്സ് ഒക്കെ നോക്കിയേ, ഈ ഇൻറ്റീജേഴ്സ് എല്ലാം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻറ്റീജേഴ്സാണ്. ഈ ഇൻറ്റീജേഴ്സും p raised to n തമ്മിൽ നോക്കിയാൽ അത് റിലേറ്റീവ്ലി പ്രൈം ആകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? കാരണം നോക്കിയേ, പിയും p raised to n എടുത്താൽ അതിൻ്റെ ജി സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? p ആയിരിക്കും. അതുപോലെ ജി സി ഡി ഓഫ് p ആൻഡ് 2p raised to n എന്ന് പറയുന്നത് p ആയിരിക്കും. അതൊന്നും 1 അല്ല, കാരണം നമ്മൾ p ഒരു പ്രൈം നമ്പറായിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും 1 അല്ല. ഇതൊക്കെ 1 ആണെങ്കിലേ നമുക്ക് റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഈ ഇൻറ്റീജേഴ്സിന് ഈ നമ്പേഴ്സിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് p ആണ്, പിയുടെ മൾട്ടിപ്പിൾസാണ്. സോ ഈ മൾട്ടിപ്പിൾസ് ഓഫ് p എല്ലാം p raised to n ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവത്തില്ല. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും 1ൻ്റെയും p raised to n ഇടയ്ക്കുള്ള ബാക്കി എല്ലാ നമ്പേഴ്സും p raised to n ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. പക്ഷേ ഇത്രയും നമ്പേഴ്സ് മാത്രം p raised to n ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവത്തില്ല. സോ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇത് 1, 2, 3, 4 എക്സെട്ര അപ് ടു p raised to n. സോ ഇതെന്ന് പറയുന്നത് p raised to n minus 1 നമ്പേഴ്സ് ഉണ്ട്. സോ ഇത്രയും ഇൻറ്റീജേഴ്സ് മാത്രം p raised to n ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവത്തില്ല. ബാക്കിയെല്ലാം p raised to n ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആകും. സോ നമുക്ക് എഴുതാൻ പറ്റും phi of p raised to n എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര ഇൻറ്റീജേഴ്സ് ഉണ്ട്? ഇൻ ടോട്ടൽ 1 തൊട്ട് p raised to n എന്ന് പറയുമ്പോൾ p raised to n ഇൻറ്റീജേഴ്സ് ഉണ്ട്. അതിനകത്ത് ഇത്രയും ഇൻറ്റീജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആവത്തില്ല p raised to n ആയിട്ട് ആയിട്ട്. സോ നമുക്ക് p raised to n നകത്ത് p raised to n നകത്തുനിന്ന് p raised to n minus 1 സബ്ട്രാക്ട് ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി രണ്ടിനകത്തും p raised to n minus 1 ഉണ്ടല്ലോ. സോ നമുക്ക് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും p raised to n minus 1 into p minus 1. സോ ഇത് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോർമുല കിട്ടുന്നത്. സോ ഒന്നുകൂടെയും പറയാം, phi of p raised to n എന്ന് പറയുന്നത് എന്തുവാ? അതായത് ഒന്നിൻ്റെയും p raised to n ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സിനകത്ത് p raised to n ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് phi of p raised to n എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി പ്രൈം എന്ന് വെച്ചാൽ എന്താ? അതായത് ആ ഇൻറ്റീജറിൻ്റെയും p raised to n കൂടെ ജി സി ഡി എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടണം. അതിനെയാണ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സാണ് ഇത്രയും ഇൻറ്റീജേഴ്സ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം പിയുടെ മൾട്ടിപ്പിൾസാണ്. സോ ഈ ഇൻറ്റീജേഴ്സും p raised to n തമ്മിലുള്ള ജി സി ഡി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് എപ്പോഴും p ആയിരിക്കും കിട്ടുന്നത്. അതെന്ന് പറയുന്നത് 1 ആയിരിക്കത്തില്ല. 1 കിട്ടിയാലേ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ അത് 1 അല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത്രയും ഇൻറ്റീജേഴ്സും p raised to n റിലേറ്റീവ്ലി പ്രൈം അല്ല എന്ന്. നമുക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണമാണ് വേണ്ടത്. സോ ഇൻ ടോട്ടൽ ഒന്നിൻ്റെയും p raised to n ഇടയ്ക്ക് നമുക്ക് p raised to n ഇൻറ്റീജേഴ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് p raised to n minus 1. അത്രയത്തിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നതായിരിക്കും p raised to n ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ്. സോ നമുക്ക് ഫോർമുല ഇങ്ങനെ കിട്ടും. ഓക്കെ.